രത്നങ്ങളും ഭൂമിയിൽ മാത്രമാണോ ഉള്ളത്? അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. വിദൂരമായ പലയിടത്തും ബഹിരാകാശത്തുമൊക്കെ ഇവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞത് സത്യമാണെന്ന് കഴിഞ്ഞ ദിവസം തെളിയിച്ചിരിക്കുകയാണ്. ശാസ്ത്രജ്ഞർക്ക് ഒരു അജ്ഞാത വജ്രം കിട്ടിയിരിക്കുകയാണ്. ഭൂമിയിൽ സാധാരണ കാണുന്നത് പോലെയല്ല ഇത്. ഈ വജ്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. പുതിയ വിവരങ്ങൾ അമ്പരപ്പിക്കുന്നതാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഒരു പ്രാചീന കുള്ളൻ ഗ്രഹത്തിൽ നിന്ന് ഈ അജ്ഞാത വജ്രം കിട്ടിയിരിക്കുന്നത്. ഇത് ഭൂമിയുടെ പ്രതലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ഇത് വളരെ ദുരൂഹത നിറഞ്ഞതാണ് എന്നും ഓസ്ട്രേലിയയിലും ബ്രിട്ടനിൽ നിന്നുമുള്ള ശാസ്ത്രജ്ഞർ പഠനത്തിലൂടെ കണ്ടെത്തി. ഓസ്ട്രേലിയയിലെ മൊണാഷ് യൂണിവേഴ്സിറ്റിയിലെ ജിയോളജിസ്റ്റ് ആയിരുന്ന ആൻഡി ടോംകിൻസ് ആണ് ഇത്തരമൊരു കണ്ടെത്തലിന് തുടക്കമിട്ടത്. വാൽനക്ഷത്രങ്ങളെ തരംതിരിക്കുന്ന ജോലിയിലിരിക്കെയാണ് ഇക്കാര്യം ശാസ്ത്ര സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആഫ്രിക്കയിലെ നോർത്ത് വെസ്റ്റ് റീജിയനിൽ നിന്ന് കണ്ടെത്തിയ ബഹിരാകാശ ശിലയിൽ നിന്ന് വളരെ ദുരൂഹത നിറഞ്ഞ വജ്രം കണ്ടെത്തിയത്. കുറച്ച് വളഞ്ഞിരിക്കുന്നതാണിത്. എന്നാൽ ഇത് എവിടെ നിന്ന് വന്നു എന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ പഠനങ്ങളിൽ നിന്ന് അപൂർവമായ ഹെക്സഗണൽ വജ്രമാണ് ഇത് എന്ന് തെളിഞ്ഞു. ലോൺസ്ഡലിയേറ്റ് എന്ന് വിളിക്കാറുണ്ട് ഇവയെ. ഉയർന്ന താപനിലയിൽ നിന്നുള്ള ഒരു ജലപദാർത്ഥത്തിൽ നിന്നാണ് ഇവ രൂപം കൊണ്ടിരിക്കുന്നത്. വളരെ മോഡറേറ്റ് ആയിട്ടുള്ള പ്രഷറാണ് ഇതിന് ഉണ്ടാവുക. ഇതിനുശേഷം ഈ ലോൺസ്ഡലിയേറ്റിന്റെ അന്തരീക്ഷം ഒന്ന് തണുക്കുമ്പോൾ അതൊരു വജ്രമായി മാറും. അതോടെ പ്രഷർ കുറയുമെന്ന് ആൻഡി ടോംകിൻസ് പറഞ്ഞു. ഇതെങ്ങനെ രൂപാന്തരപ്പെട്ടു എന്നതിനും ശാസ്ത്ര സംഘത്തിന് ഉത്തരമുണ്ട്. ഒരു കുള്ളൻ ഗ്രഹവും ഒരു ഭീമാകാരനായ ചിഹ്നഗ്രഹവും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ വജ്രം ഉണ്ടായതെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. 4.5 കോടി വർഷം മുമ്പാണ് ഈ കൂട്ടിയിടി ഉണ്ടായതെന്ന് കരുതുന്നു. നമ്മുടെ കൈവശമുള്ള വജ്രങ്ങളും ലോൺസ്ഡലിയേറ്റും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. ഇവ രണ്ടും രൂപപ്പെട്ടത് ഒരുപോലെയാണ്. രണ്ടും ബഹിരാകാശത്ത് നിന്നുള്ള പാറക്കഷ്ണങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടതെന്ന് കരുതുന്നു. സാധാരണ കാണപ്പെടുന്ന വജ്രങ്ങളെക്കാൾ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ലോൺസ്ഡലിയേറ്റുകൾ. ക്യൂബിന്റെ ഘടനയാണ് ഈ വജ്രത്തിനുള്ളത്. ഇതിന്റെ രൂപാന്തരം കൊണ്ട് നിരവധി ടെക്നോളജിക്കൽ ആവശ്യങ്ങളാണ് ഉണ്ടാവുക എന്ന് ശാസ്ത്ര സംഘം പറയുന്നു. ലോൺസ്ഡലിയേറ്റുകൾ കൊണ്ട് ചെറിയ മെഷീൻ പാർട്സുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. വ്യവസായ മേഖലയ്ക്ക് ഇത് പുത്തൻ ഉണർവ് നൽകിയേക്കും. പ്രകൃതി കാണിച്ചു തന്ന വഴിയാണ് ഇതെന്നും ശാസ്ത്ര സംഘം പറയുന്നു.